ബി.ജെ.പി. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായ സി.കെ. പത്മനാഭൻ. അധികാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാർട്ടിയെ തകർക്കുമെന്നും കൂടിയാലോചനകൾ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാക്കളെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് മുക്ത ബി.ജെ.പി. എന്ന ആശയം മുന്നോട്ട് വയ്ക്കേണ്ടി വരുമെന്നും സി.കെ. പത്മനാഭൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്രത്തിലെയും കേരളത്തിലെയും ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി.കെ. പത്മനാഭൻ ഉയർത്തിയത്. കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നതിനെയും പത്മനാഭൻ വിമർശിച്ചു. അധികാരമോഹം പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞ സി.കെ.പി. അധികാരം കണ്ട് തന്നെയാണ് ഇത്തരക്കാർ ബി.ജെ.പിയിലേക്ക് വരുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇങ്ങനെ വരുന്നവർക്കൊപ്പം സ്വന്തം നിഴൽ പോലുമില്ല. ഈ അധികാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം വന്നാൽ പിന്നെ അവിടെ ആദർശത്തിന് വലിയ പ്രസക്തിയില്ല. കോൺഗ്രസ് 60-65 വർഷം നമ്മുടെ നാട്ടിൽ ഭരണം കൈയടക്കി വെച്ച് അവർക്ക് ഒരു രീതിയുണ്ട്, ഒരു പശ്ചാത്തലമുണ്ടത്. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അത്ര 65 കൊല്ലം ഭരണം നടത്തിയതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും സത്യത്തിൽ അത് വിട്ടുപോയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ എല്ലാവരും സ്വീകരിക്കണം, വരുന്നവരെയൊക്കെ കൈനീട്ടി സ്വീകരിക്കണം. പക്ഷെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് പറ്റിയ നിലയിൽ നമ്മുടെ ദഹനശക്തിയുടെ കണക്കെടുത്തിട്ട് വേണം നമ്മളതിനെ എസിമിലേറ്റ് ചെയ്യാൻ വേണ്ടി. അതങ്ങനെ എസിമിലേറ്റ് ചെയ്ത് വരണം, ഇല്ലെങ്കിൽ അജീർണം വരും വയറിന്. അപ്പോൾ അധികാര രാഷ്ട്രീയത്തിൻ്റെ അതിലാകൃഷ്ടരായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ചില താല്പര്യവും ലക്ഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കുറച്ച് കരുതലില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴയ പാരമ്പര്യത്തെ മുഴുവനും കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി വരും. അധികാരമില്ലാത്ത കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ തഴഞ്ഞ് കാലുമാറിയെത്തുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത് നല്ല രീതിയല്ലെന്നും സി.കെ. പത്മനാഭൻ പറഞ്ഞു. പലരുടെയും പാർട്ടിയിലേക്കുള്ള വരവ് സംസ്ഥാന നേതൃത്വം അറിയാതെയെന്നും കോൺഗ്രസ് മുക്ത ബി.ജെ.പിക്കെതിരെ പോരാടേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ പ്രവർത്തകരെന്നും പത്മനാഭൻ പ്രതികരിച്ചു. ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഒരു ആശയമായിട്ട് അമിത്ഷാജി അത് മുന്നോട്ട് വെച്ചിരുന്നു ഒരു സന്ദർഭത്തിൽ. ഇപ്പോഴും ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോഴേ ഒരു കോൺഗ്രസ് മുക്ത ബി.ജെ.പി. ഉണ്ടാക്കേണ്ടി വരുമോ എന്ന സംശയമുണ്ട്. കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പത്മജ വേണുഗോപാൽ പങ്കെടുക്കാനെത്തിയതിൽ പത്മനാഭൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.